ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ ഗൂഗിൾ പേ, ഫോൺ പേ ഇങ്ങനെയുള്ള പേയ്മെന്റ് ആപ്പുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചില സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ ചില സമയത്ത് സാധനങ്ങൾ ഷോപ്പിൽ വാങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് അവർ QR അയച്ചു തരാറുണ്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അവർ ആ ഡിവൈസിൽ QR കാണിച്ചു തരാറുണ്ട്. പക്ഷെ അതിൽ താഴെ ഉണ്ടാവും നമ്മൾ അടയ്ക്കേണ്ട പേയ്മെന്റ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചില സമയത്ത് നമ്മൾക്ക് ഫ്രണ്ട്സ് നമ്മൾ കൊടുക്കാനുള്ള പൈസ QR ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടാവും. അതിന് താഴെ ഉണ്ടോ നമ്മൾ എത്രയാണ് അടയ്ക്കേണ്ടത് എന്നുള്ള ഒരു പൈസ അതിൽ രേഖപ്പെടുത്തി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എമൗണ്ട് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് QR ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈലിൻ്റെ ഹോം പേജിൽ നമുക്കിവിടെ രണ്ട് പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് കാണിക്കുന്നുണ്ട്, ഫോൺ പേയും ഗൂഗിൾ പേയും. അധികം ആളുകൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ ആയതുകൊണ്ട് ഞാൻ ഗൂഗിൾ പേയിൽ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. QR തന്നെ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഹോം സ്ക്രീനിൽ നമുക്ക് കുറേ ഐക്കൺസ് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ഹോം സ്ക്രീനിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ UPI ID കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ പ്രൊഫൈൽ കാണിക്കുന്നുണ്ട് അല്ലേ, പ്രൊഫൈലിൽ കാണിക്കുന്ന ആ നെയിമിൻ്റെ പ്രൊഫൈൽ പിക്ചർ കാണിക്കുന്നതിന് തൊട്ടടുത്ത് ചെറിയൊരു QR കാണിക്കുന്നുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ QR ഇവിടെ കാണിക്കും. അതിൻ്റെ തൊട്ട താഴെയായിട്ട് ഓപ്പൺ സ്കാനർ കാണിക്കുന്നുണ്ട്, ഷെയർ QR കോഡ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് കാണിക്കുന്നുണ്ട്. ആ 3 ഡോട്ട്സിൽ സെറ്റ് എമൗണ്ട്, ഗെറ്റ് ഹെൽപ്പ് അങ്ങനെയുള്ള 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. അതിൽ നമുക്ക് വേണ്ടത് സെറ്റ് എമൗണ്ട് ആണ്. ആ സെറ്റ് എമൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എമൗണ്ട് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണ് എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാം. ഇപ്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എമൗണ്ടുകളൊക്കെ ആണെങ്കിൽ 1219 എന്നൊക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിവിടെ എക്സാമ്പിൾ ഒരു 100 ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്പൺ സ്കാനർ ഉണ്ട്, അതിന് താഴെ ഷെയർ QR കോഡ് ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആർക്കാണോ നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് അവർക്കൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത്. ആ ഷെയർ ചെയ്യുന്നത് നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഇമെയിലിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാനിത് വാട്സപ്പ് തന്നെ ഷെയർ ചെയ്യുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പോൾ നമുക്കിവിടെ ഷെയർ ഓപ്ഷൻ കാണിക്കുന്നതിന് ഇവിടെ കണ്ടില്ല, താഴെ ആ എമൗണ്ട് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. 100 എന്നുള്ള ഒരു എമൗണ്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഏരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അത് സെൻഡ് ആവും. ഇനി നമുക്ക് അത് അയച്ച ആളുകൾക്ക് അതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളതും എങ്ങനെയാണ് യൂസ്ഫുൾ ആവുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ച ആ ഫ്രണ്ടിൻ്റെ പ്രൊഫൈൽ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ QR ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ അവർക്ക് മനസ്സിലായി ഇത്ര എമൗണ്ടാണ് ഞാൻ അയക്കേണ്ടതെന്നുള്ള ആ ഒരു എമൗണ്ട് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അവർക്ക് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഗൂഗിൾ പേയിലേക്ക് പോകുന്നു. അവിടുന്ന് എമൗണ്ട് പെട്ടെന്ന് തന്നെ അയക്കാൻ സാധിക്കും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത